ഹായ് ബിഗ് ബോസിൻ്റെ റിവ്യൂണ് ഡേ നമ്പർ 11. റോക്കിയുമായി കോംപ്രമൈസ് ആവാനായിട്ടാണ് നമ്മുടെ ജാസ്മിൻ ശ്രമിക്കുന്നത് തെറ്റൊന്നുമില്ല. ബിക്കോസ് റോക്കി ഉടക്കി നിൽക്കുകയാണ്. റോക്കിയുമായി കോംപ്രമൈസ് ആവുക എന്ന ഒരൊറ്റ സൊല്യൂഷനെ ജാസ്മിൻ അവിടെ ഉള്ളൂ. അല്ലാത്ത പക്ഷം റോക്കി വീണ്ടും പ്രവോക്കാവും, വീണ്ടും പ്രശ്നമുണ്ടാക്കും. എനിക്ക് റോക്കിയുടെ ക്യാരക്ടർ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് അവിടെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റും ആരെക്കാൾ വലുതും ആരെക്കാൾ ചെറുതുമല്ല, എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെയാണ് അവിടെ ട്രീറ്റ് ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് റോക്കി ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. മേ ബി ഔട്ട്സൈഡിൽ ജാസ്മിന് മറ്റൊരു ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കിയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. കാരണം റോക്കിയുടെ ബിഹേവിയർ ഭയങ്കര അറഗൻ്റാണ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ കോംപ്രമൈസിന് വന്ന രീതിയിൽ പോലും അതിനകത്തൊരു ഫേക്ക് ഉണ്ടായിരുന്നു എന്നാണ് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ എന്നാലും ഒരാൾ സോറി പറയുമ്പോൾ അവിടെ സാധാരണ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ഇഗ്നോർ ചെയ്തിട്ട് സോറി കോംപ്രമൈസ് ആവുക എന്നുള്ളതൊരു രീതിയാണ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാത്ത റോക്കി കുറച്ച് ധാർഷ്ട്യം കൂടുതൽ കാണിച്ചില്ലേ എന്നൊരു ചോദ്യം ഇല്ലാതില്ല. പിന്നെ ഉണ്ടായിരുന്നത് ജാസ്മിൻ ഇനി ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് മുൻപോട്ട് പോകാനാണ് ജാസ്മിൻ്റെ ഒരു ശ്രമം. ക്വിറ്റ് ചെയ്യില്ല എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അതൊരു ശരിയായ നടപടിയല്ല. ഇപ്പം അവൾ ഇറങ്ങി വന്നാലും അവൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് കുറച്ചുകൂടെ വൈകൃതമാകും. ഒരു പക്ഷേ കുറച്ച് നാളും കൂടെ അവിടെ നിന്ന് ഒരു എന്താ പറയുക സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ പൊതുവിൽ ഒരു അഭിപ്രായമുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാൻഡ്രേക്കാണ് ജാസ്മിൻ ആര് കൂടെ നിർത്തിയാലും അവർക്കൊക്കെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അത് തെളിയിക്കുന്ന രീതിയിലാണ് ജാസ്മിൻ്റെ കുറേ ആറ്റിറ്റ്യൂഡൊക്കെ ഇവിടെയുള്ളത്. കാരണം പവർ ടീമിലേക്ക് അവർ കയറി ശ്രീരേഖ തെറ്റിമാറി നിൽക്കുന്നു. എമിന റാണി ജാസ്മിന് സപ്പോർട്ടീവായി നിൽക്കുന്നു. പക്ഷേ ശ്രീരേഖയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ ജാസ്മിന് അവിടെ ചേർന്ന് പോകാൻ പറ്റുന്നില്ല. പക്ഷേ അത് നമുക്ക് ശ്രീരേഖയെ കുറ്റപ്പെടുത്താനാകത്തില്ല. കാരണം ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ തന്നെ കയറിയ ഉടനെ ഋഷിയെ പുറത്താക്കണം, ആ ഒരു ടാർഗറ്റിൽ തന്നെ ജാസ്മിൻ മുൻപോട്ട് പോവുകയാണ്. സീക്രട്ട് റൂമിലേക്ക് പോയിട്ടുള്ള സംസാരം, കൺഫെഷൻ റൂമിൽ പോയിട്ടുള്ള സംസാരം നമ്മളെ കാണിക്കുന്നില്ല. ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു നിരാശയുണ്ട്. നമുക്ക് ബിഗ് ബോസ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും നഷ്ടപ്പെടുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ബിഗ് ബോസ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭയങ്കര വൾഗറായിരുന്നു ആ ഒരു സാധനം. തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. പിന്നെ ജിൻഡൂട്ടനും ടീമും ജയിക്കുന്ന ഒരു ടാസ്ക് അവിടെ നടക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണത്തെ ആ ഒരു ടാസ്ക് മൈനസ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ലായ്മ വന്നുപോയി. ഭയങ്കര ബോറായിട്ട് തോന്നി കളി. ബിക്കോസ് അത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടസ്റ്റൻറ്റിനെ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കളിക്ക് ഒരു നല്ല ഒരു ടേമോട്ടിലായിട്ട് തോന്നില്ല. എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട് സാറ്റർഡേ സൺഡേയിൽ മോഹൻലാൽ വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൺവിൻസ്ഡ് ആകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രം കാത്തിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ജിൻഡൂട്ടൻ ജയിച്ചത്, ജിൻഡൂട്ടൻ്റെ ആ ഒരു ഓവർ റിയാക്ഷൻ അത് എനിക്ക് ജെന്യുവനായിട്ടാണ് ഫീൽ ചെയ്തത്. ബിക്കോസ് അയാളെ എല്ലാവരും ഒരുമാതിരി മണ്ടനാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ പോലും ജാസ്മിൻ്റെയും റസ്മീനയുടെ ഒരു കമൻറ്റ് ഭയങ്കര ബോറായിട്ട് തോന്നി. അത് സാരമില്ല, പക്ഷെ അതങ്ങനെ പറ്റുള്ളൂ. പുറത്തും ജിൻഡൂട്ടനെ ഒരു ബബ്ലി ആയിട്ടാണ് ഞങ്ങളും ഒക്കെ കാണുന്നത്. അതിൽ കുറച്ച് വിഷമമുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാഴ്ചയും കൂടെ നീണ്ടു കിട്ടും എന്നുള്ള ആ ഒരു സന്തോഷമാണ് അവിടെ കണ്ടത്. പക്ഷെ അത് പറയാനൊക്കത്തില്ല. ബിക്കോസ് എവിക്ഷൻ വരുന്ന സമയത്ത് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അതിനകത്ത് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്താകും. അത് വേറെ ടേമാണ്. പക്ഷേ എന്തായാലും ഒരാഴ്ചത്തേക്ക് കൂടെ സേഫ് സോണിലേക്ക് ആണെന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ അവിടെ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഋഷിയെ വീണ്ടും ജാസ്മിൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പവർ ടീമിലേക്ക് കയറിയത് തന്നെ ഋഷിയെ പുറത്താക്കാനാണ്. ഋഷിയോട് അത്രയും ദേഷ്യം വരാനുള്ള ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ആ ഒരു ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു വൈരാഗ്യ ബുദ്ധി വെച്ചിരുന്നാൽ ആ ഷോ ജയിക്കില്ല. അതിനകത്ത് നടന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഇഗ്നോർ ചെയ്ത് പോവുകയല്ലാതെ വേറെ നിവർത്തി ഉണ്ടാകത്തില്ല. ജാസ്മിൻ ആ സ്ട്രാറ്റജി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്താണെന്നറിയത്തില്ല, ഋഷിയുടെ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തുന്നതായിട്ട് തോന്നി. പക്ഷേ പവർ ടീമിലുള്ള മറ്റുള്ളവർ വിരുദ്ധാഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെ അത് വലുതായിട്ട് എറിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇനി മറ്റേ ജാൻമണി അത് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി പഴയതുപോലെ വീണ്ടും ഓവർ റിയാക്ട് ചെയ്യാൻ ചാൻസസ് ആർ ദെയർ. ഇങ്ങനെയൊക്കെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പുറത്ത് നടന്ന സംഭവം അറിഞ്ഞിട്ട് ഇവരെയൊക്കെ കോംപ്രമൈസ് ചെയ്യണം എന്ന ഒരു ബോധമുള്ളവളാണെങ്കിൽ വീണ്ടും അതേ തെറ്റുകൾ തന്നെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ജാസ്മിൻ ശ്രദ്ധിക്കണമാണ്. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഋഷിയെ അപ്സര പറഞ്ഞതൊരു അതിശയം തോന്നി. കാരണം അവർ രണ്ടും നല്ല സുഹൃത്തുക്കളായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനും മാത്രമുള്ള ഒരു ഇഷ്യൂ ഋഷിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അപ്സരയുടെ ആറ്റിറ്റ്യൂഡ് എന്നെ ഒന്ന് ചെറുതായിട്ട് ഭയങ്കരമായിട്ടൊന്ന് ഞെട്ടിച്ചു എന്നുള്ളതാണ്. പിന്നെ ബാക്കി അവിടെ നടന്ന നോമിനേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഋഷിയെ അപ്സര പറഞ്ഞു, അപ്സരയെ പകരം വീട്ടിക്കൊണ്ട് റോക്കി പറയുന്നു.
പിന്നെ നിഷാനെ പറയുന്നു, അൻസിബ നിഷാനെ പറയുന്നു, അർജുൻ പറയുന്നു. ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പകപോക്കൽ കുറച്ച് നോമിനേഷൻസ് ആണ് മനസ്സിലായത്. ഏതായാലും നിഷാനയ്ക്ക് നല്ല പണി കിട്ടിയതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ പവർ ടീം വെറും പഴങ്ങളാണെന്നുള്ളതിൻ്റെ തെളിവാണ് അർജുൻ പോയി ആ ഒരു സാധനം എടുത്തത്. ഒരുപക്ഷെ അർജുനെ എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്തതിൻ്റെ പക വീട്ടിലായിരിക്കാനാണ് ചാൻസ്. യമുന റാണി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, അർജുൻ്റെ മുഖം മൂടി ഞാൻ അഴിച്ചു എന്നുള്ളത്. എനിക്കത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഒരു 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 മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഗബ്രി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കൺവേ ആകുന്നില്ല. അതിൻ്റെ റീസൺ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഗബ്രി പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം ഞാൻ ഇത് ചെയ്യും, ഈ റൂൾസ് ഞാൻ തെറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ആ പാല് എടുത്ത് കുടിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു നിയമലംഘനമാണ്. അതിനെ ആക്ഷൻ എടുക്കേണ്ട യമുന റാണിയും ശ്രീലേഖയും അർജുന് വേണ്ടി സപ്പോർട്ട് പറയുന്ന ശ്രീലേഖയെ എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഒരു ടീം പ്ലേ കാണുന്നുണ്ട്. അർജുനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ശ്രീലേഖ. അത് വെരി ബിഗിനിങ് തൊട്ട് അതുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധയാകർഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. എന്താ പറഞ്ഞു വെച്ച് വന്നതാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിൽ ശ്രീരേഖ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് മറുപടി കൊടുക്കണം. അതിന് ശ്രീരേഖ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഈ പറയുന്ന പവർ റൂമിലേക്ക് പിന്നെ ഗബ്രിയും ജാസ്മിനും ഇരിക്കുമ്പോൾ തേർഡ് പേഴ്സൺ വന്നു എന്നുള്ളതാണ്. പക്ഷെ അത് അവരുടെ തെളിവോടെ അവരുടെ അറിവോട് കൂടിയില്ല, അവർ ഇൻവൈറ്റ് ചെയ്തതുമല്ല. ആ കുട്ടി തനിയെ കയറി വന്നതാണ്. അപ്പം റസ്മീന വന്നത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. പക്ഷെ റസ്മീനയ്ക്ക് അത് മനസ്സിലായിരുന്നു തെറ്റാണെന്ന്. കാരണം വേറൊരാളത് വിലക്കിയിരുന്നു, നിഷാനയെ മറ്റും അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാതെയാണ് കയറി വന്നിട്ടുള്ളത്. അതിന് അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടിയത് ഒരു പശ്ചാത്താപവും തോന്നേണ്ട കാര്യമില്ല. പക്ഷെ ആ കാര്യം കാണിച്ചുകൊണ്ട് അർജുൻ്റെ കാര്യം ഇഗ്നോർ ചെയ്യാം എന്നൊരു ടേം പറഞ്ഞതും പിന്നെ ബാഡ് ജൂതി വെച്ചത് ധാർഷ്ട്യത്തിലാണെന്ന് പറഞ്ഞതും ഒന്നും എനിക്ക് എന്തോ അങ്ങോട്ട് ഡയലൂട്ട് ആകുന്നില്ല. ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ശ്രീരേഖ ഭയങ്കരമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇടിച്ചു കയറി സംസാരിക്കുന്ന റോക്കി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എനിക്കൊന്ന് റോക്കിയെ വാൺ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അയാളെ പുറത്തേക്ക് വിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തല തഗ്ഗൊക്കെയാണ്, പക്ഷെ കുറച്ച് ഓവറാണ്. ചിലയിടങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ റോക്കി കൊടുക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ബോറിങ് ആൻഡ് ഓവറായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശ്രീരേഖയുടെയും അർജുൻ്റെയും ആ ഒരു രീതി അത് തീരെ അക്സെപ്റ്റൻസ് ഇല്ല. പിന്നെ ഒന്നുകൂടെ പറയാം, എനിക്കറിയാം പലർക്കും ഒരു നിരാശയുണ്ട്. കാരണം ജാസ്മിൻ അതിനകത്ത് പോയി എന്താണ് പറഞ്ഞതെന്ന്, ജാസ്മിനെ എന്താണ് സൂചിപ്പിച്ചത് എന്നുള്ളത് എല്ലാവർക്കും സംശയമാണ്. എനിക്കും സംശയം തന്നെയാണ്. കാരണം പുറത്തേക്ക് വന്ന ജാസ്മിൻ വാപ്പായുടെ അസുഖത്തിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വറീഡാകുന്നതിന് പകരം എൻ്റെ ഇത് എന്തോ പ്രോബ്ലമായി, ഇവനെ നീക്കി നിർത്തണം, മാറ്റി നിർത്തണം, ആ ടേം പറയുന്നിടത്ത് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് ഇൻസൈഡ് നടന്നത് മറ്റൊരു ഡ്രാമയാണ്. അതെന്താണെന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസ് ആണ് റിവീൽ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്കൊന്നും പറയാനില്ല. ജാസ്മിനെ ജയിപ്പിക്കുക എന്ന ഒരൊറ്റ ടേമിൽ ബാക്കിയുള്ളവരെ വിഡ്ഢികളാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ അഖിൽ മാരാർ ഇഷ്യൂവിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചത് അയാളെ പുറത്തേക്ക് വിടും എന്നുള്ളതാണ്. പക്ഷെ അയാളുടെ എല്ലാ ഇറിറ്റേഷനും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് രഹസ്യ വിവരങ്ങൾ നൽകി ബിഗ് ബോസ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും പൊതുസമൂഹത്തിലേക്ക് അയാൾ പുറത്തേക്ക് വരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസിൽ നിന്ന് നമുക്കത് തെളിവാകും. മുൻപ് റോബിനെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടെങ്കിലും റോബിനുള്ളൊരു അക്സെപ്റ്റൻസ് വേറെ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കും മനുഷ്യർ, അതായത് ജനങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇപ്പോൾ റോബിനെ ഇപ്പോഴും ആളുകൾ ആ രീതിയിൽ തന്നെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ റോബിൻ സൂപ്പർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, അതിൻ്റെ കൃത്യമായിരുന്നു. പക്ഷേ റോബിനെ പുറത്താക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജെന്യുവിനായി നിൽക്കുന്നവർക്ക് അവിടെ കപ്പ് കിട്ടില്ല എന്നുള്ള തെളിവാണ് പേളിമാണി പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അവർക്ക് നിഷേധിച്ചുകൊണ്ട് സാബുമോൻ എന്ന് പറയുന്നത് ശ്രീവിരുദ്ധനാണ് അവിടെ കപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഓഫ് കോഴ്സ് കപ്പ് ജാസ്മിനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് അത് അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെയാണ് ആ കപ്പ് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇന്ന് കഥ പറയുമ്പോൾ ബാക്കിയുള്ളവർക്കുള്ളതിനേക്കാൾ ഒരു വെറൈറ്റി പീസായിട്ടാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതും മീൻ വിൽക്കുന്ന അപ്പനും അതിൻ്റെ ചീട്ട് കച്ചവടവും 50 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി അപ്പൻ, അങ്ങനെ കുറേ കഥകളൊക്കെയാണ് പറയുന്നത്. ഒന്നും അങ്ങോട്ട് ടാലി ആവുന്നില്ലെങ്കിലും ഓക്കെ, സൂപ്പർ കഥയാണ്. അതെല്ലാം ഓവർകം ചെയ്യാൻ സ്ട്രീമുകളൊക്കെ ചെയ്തു എന്ന് പറയുന്നിടത്ത് നോറയെ കുറ്റപ്പെടുത്താനുള്ള എല്ലാ എലിജിബിലിറ്റിയും ജാസ്മിൻ നഷ്ടപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ കമ്മിങ് ഡേയ്സിൽ ജാസ്മിനിലേക്ക് ഫോക്കസ് ചെയ്യാതെ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളാരുമല്ല ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ ബിഗ് ബോസ് ജാസ്മിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതൊന്ന് ഒഴിവാക്കി കിട്ടിയെങ്കിൽ വലിയ ഉപകാരമായിരുന്നു, ബാക്കിയുള്ളവർ കളിക്കുന്നതും കൂടെ കാണാമായിരുന്നു എന്നുള്ളതാണ്. ബാത്റൂമിൽ ഇതിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വന്ന ജാസ്മിൻ അതിനകത്ത് റോക്കിയുമായിട്ടൊരു കോംപ്രമൈസ് സംസാരം വീണ്ടും നടത്തുന്നുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ നമുക്ക് അവളുടെ അരഗൻസ് മനസ്സിലാകും. എനിക്കതാണ് മനസ്സിലായത്. കുറച്ച് ഇതിൽ കൂടുതൽ താഴ്ന്നിറങ്ങാൻ അവളെ കൊണ്ടാകത്തില്ല. പക്ഷെ അങ്ങനെ അതിനേക്കാൾ താഴ്ന്നിറങ്ങിയാലേ ഒരു പക്ഷേ അവരൊക്കെ സമ്മതിക്കുകയുള്ളൂ.
പ്രത്യേകിച്ച് ഋഷി ഇനി ഈ ഒരു വിവരം പുറത്തറിഞ്ഞ് ഋഷി ആക്ട് ചെയ്യാൻ പോകുന്ന മറ്റൊരു ലെവലിലായിരിക്കും, അത് ഷുവറാണ്. പിന്നെ ജാൻമണിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ശ്രീരേഖ പറഞ്ഞത് തന്നെയാണെന്നുള്ളപ്പം ഒരു വേറൊരു രീതിയും, തന്നെയല്ല മറ്റൊരാളെയാണ് എന്നുള്ള ഗബ്രിയാണ് എന്നുള്ളപ്പം മറ്റൊരു രീതിയും കാണിച്ച് ഒരു ഫേക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് എന്തോ ഒന്ന് വിൻ ചെയ്ത രീതിയിലാണ് പിന്നെ നമ്മുടെ ജിൻഡൂട്ടനുള്ളത്. അത് ചിലപ്പോൾ ജിൻഡൂട്ടൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നിട്ടുണ്ടാകും, എന്നെ വേറൊരു രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ തിരുത്തി കൊടുക്കുക സ്വാഭാവികമാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ ആ ഷോയിൽ പോകാതിരിക്കുന്നതാണ് വൃത്തി. സോ ദാറ്റ്സ് ഓൾ ടുഡേ. സി യു ടുമാറോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിമർശനങ്ങളാണ് എന്നെ കൂടുതൽ ഇതാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നല്ല വിമർശനങ്ങൾ എഴുതിയിടുക. തെറി വിളിച്ചാൽ ഞാൻ തിരിച്ച് തെറി വിളിക്കും. താങ്ക് യു സോ മച്ച്.